വാവിട്ട വാക്കിന്റെ പേരിൽ ഒരു വട്ടം നഷ്ടപ്പെട്ട മന്ത്രിസ്ഥാനം തിരികെ കിട്ടിയിട്ടും സജി ചെറിയാനെ വിട്ടൊഴിയാതെ വിവാദങ്ങൾ. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന സംവിധായകൻ രഞ്ജിത്തിനെതിരെ നടി ശ്രീരേഖ മിത്ര നടത്തിയ വെളിപ്പെടുത്തലിൽ സ്വീകരിച്ച നിലപാടുകളാണ് ഏറ്റവും ഒടുവിൽ മന്ത്രി സജി ചെറിയാനെ വീട്ടിലാക്കിയത്. സംവിധായകൻ രഞ്ജിത്തിന്റെ വിഷയത്തിൽ സജി ചെറിയാൻ ആദ്യം സ്വീകരിച്ച നിലപാടിലും പറഞ്ഞ അഭിപ്രായങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ അതൃപ്തി രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. LDFിലെ കക്ഷികളും ഇടത് അനുഭാവികളും സജി ചെറിയാന്റെ നിലപാടിനെതിരെ രംഗത്തെത്തി. ഒടുവിൽ രഞ്ജിത്ത് വിഷയത്തിൽ തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്ന് പറഞ്ഞ മന്ത്രി തന്നെ മാധ്യമങ്ങൾ സ്ത്രീവിരുദ്ധനായി ചിത്രീകരിച്ചുവെന്നും പരിതപിച്ചു. 3 പെൺമക്കളുടെ പിതാവാണ്. വീട്ടിൽ ഭാര്യയും അമ്മയുമുണ്ട്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഏത് നീക്കത്തെയും ശക്തമായി എതിർക്കുന്ന ആളാണെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ രഞ്ജിത്തും അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖും രാജിവെച്ചതുപോലെ സജി ചെറിയാനും രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. 2ാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ സാംസ്കാരിക മന്ത്രിയായിരിക്കെ ഭരണഘടനയ്ക്കെതിരെ നടത്തിയ പരാമർശത്തിലാണ് മന്ത്രി പദവി സജി ചെറിയാന് രാജിവെക്കേണ്ടി വന്നത്. പിന്നീട് പോലീസ് റിപ്പോർട്ട് അനുകൂലമായതോടെ തിരികെ വീണ്ടും മന്ത്രി കസേരയിലെത്തി. ദത്തു നൽകൽ വിവാദത്തിലെ പരാമർശം, വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും നടത്തിയ പ്രസംഗങ്ങൾ, സിൽവർ ലൈൻ വിവാദത്തിലെ പരാമർശം തുടങ്ങി വിവാദങ്ങളുടെ പട്ടിക നീളുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം സംബന്ധിച്ച് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നതിനിടെ അതിനെ ശരിവെക്കുന്ന തരത്തിൽ സജി ചെറിയാൻ നടത്തിയ പരാമർശം സർക്കാരിനെയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെയും പ്രതിരോധത്തിലാക്കി. സജി ചെറിയാന്റെ പ്രസ്താവന സർക്കാരിന്റെ നിലപാടല്ലെന്ന് വി ശിവൻകുട്ടിക്ക് വിശദീകരിക്കേണ്ടി വന്നു. എന്നാൽ 10ാം ക്ലാസ് പാസ്സായ നല്ലൊരു ശതമാനം കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ല എന്നാണ് താൻ പറഞ്ഞതെന്നും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സജി ചെറിയാൻ സഭയിൽ തന്നെ നിലപാട് അറിയിച്ചു. വീടിനടുത്തുള്ള ഒരു കുട്ടി വീട്ടിൽ വന്ന് തനിക്കൊരു അപേക്ഷ തന്നു. അതിൽ നിരവധി അക്ഷരത്തെറ്റ് കണ്ടു. അത് കണ്ടപ്പോൾ വിഷമം തോന്നി. അതാണ് എഴുത്തും വായനയും അറിയാത്ത ചില കുട്ടികളുണ്ടെന്ന് പ്രസംഗത്തിൽ പറയാൻ കാരണം. അത് മൊത്തത്തിൽ കേരളത്തിൽ പ്രശ്നമാക്കേണ്ടതില്ലെന്നും മന്ത്രി വിശദീകരിച്ചിരുന്നു. 2022 ജൂലൈയിലാണ് ഭരണഘടനയ്ക്കെതിരായ സജി ചെറിയാന്റെ പരാമർശം മന്ത്രി കസേര തെറിപ്പിച്ചത്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ CPM ഏരിയ കമ്മിറ്റി പരിപാടിയിലായിരുന്നു മന്ത്രിയുടെ ഭരണഘടനാ വിമർശനം. വാക്കുകൾ ഇങ്ങനെ: ജനങ്ങളെ കൊള്ളയടിക്കാൻ മനോഹരമായി എഴുതി വെച്ച ഭരണഘടന. അതിൽ കുറച്ച് ഗുണങ്ങളും ഇട്ടിട്ടുണ്ട്. മതേതരത്വം, ജനാധിപത്യം, കുന്തം, കുടച്ചക്രം എന്നൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായി കൊള്ളയടിക്കാൻ പറ്റുന്ന ഭരണഘടനയാണിത്. ആദ്യം മന്ത്രി തന്റെ വാക്കുകളെ ന്യായീകരിച്ചു. പിന്നീട് മുഖ്യമന്ത്രിയോട് വ്യക്തിപരമായും പിന്നാലെ നിയമസഭയിലും വിശദീകരിച്ച് ഖേദം പ്രകടിപ്പിച്ചു. പക്ഷേ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. എന്നാൽ ഭരണഘടനയെ അവഹേളിച്ചതിന് തെളിവില്ലെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് വീണ്ടും മന്ത്രിയാക്കി. കേരളത്തിൽ കൃഷിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ലെന്ന സജി ചെറിയാന്റെ പരാമർശം കർഷകർക്കിടയിൽ വലിയ എതിർപ്പാണ് ഉണ്ടാക്കിയത്. വകുപ്പ് ഭരിക്കുന്ന CPIയും നിലപാടിനെതിരെ രംഗത്തെത്തി. മാന്നാർ, ചെന്നിത്തല പഞ്ചായത്തുകളുടെ അതിർത്തിയിലെ ബണ്ട് റോഡ് ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിൽ കൃഷിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ലെന്നും തമിഴ്നാട്ടിൽ അരിയുള്ളതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്നും പറഞ്ഞതാണ് വിവാദമായത്. അതിനു പിന്നാലെയായിരുന്നു തകഴിയിലെ നെൽകർഷകന്റെ ആത്മഹത്യ. അതോടെ ഈ പരാമർശം ചർച്ചയായി. മന്ത്രി വ്യാപക വിമർശനവും നേരിട്ടു. സിൽവർ ലൈൻ വിവാദത്തിലും സജി ചെറിയാൻ വിവാദങ്ങളിൽപ്പെട്ടു. സിൽവർ ലൈനിന് ബഫർ സോൺ ഇല്ലെന്നായിരുന്നു മന്ത്രിയുടെ വിവാദ പ്രസ്താവന. പദ്ധതി രേഖ നന്നായി പഠിച്ചിട്ടാണ് ഇത് പറയുന്നതെന്നും ഇന്ത്യൻ റെയിൽവേക്ക് എവിടെയാണ് ബഫർ സോൺ എന്നും ചോദിച്ചു. എന്നാൽ പാതയുടെ ഇരുവശവും 10 മീറ്റർ വീതം ബഫർ സോൺ ഉണ്ടെന്ന് കേരയിൽ വിശദീകരിച്ചെങ്കിലും മന്ത്രി നിലപാടിൽ ഉറച്ചുനിന്നു. അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ തിരുത്തിയതോടെയാണ് വാദം ഉപേക്ഷിച്ചത്. പാർട്ടി പറഞ്ഞാൽ അതിനപ്പുറമില്ലെന്ന് തനിക്ക് തെറ്റുപറ്റിയതാകാമെന്ന് വിശദീകരിച്ചു. സിൽവർ ലൈൻ വിരുദ്ധ സമരക്കാർ നല്ല ചില്ലറ വാങ്ങിയിട്ടാണ് ചാനൽ ചർച്ചകളിൽ പദ്ധതി വിമർശിക്കുന്നതെന്നായിരുന്നു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ മന്ത്രി പറഞ്ഞത്. വിവാദമായ അനധികൃത ദത്ത് നൽകൽ സംഭവത്തിൽ പരാതിക്കാരി അനുപമയ്ക്കും ഭർത്താവ് അജിത്തിനുമെതിരെ നടത്തിയ പരാമർശത്തിന് പേരിൽ സജി ചെറിയാൻ പുലിവാല് പിടിച്ചതാണ്. അതിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാമർശങ്ങൾ വിവാദമായതോടെ സജി ചെറിയാൻ മറുകണ്ഠം ചാടി. ദമ്പതികളെ വ്യക്തിഹത്യ നടത്തിയിട്ടില്ലെന്നും പെൺകുട്ടികൾ പ്രായോഗികമായി ചിന്തിക്കണമെന്നും മാത്രമാണ് പറഞ്ഞതെന്നുമായിരുന്നു വിശദീകരണം. 3 പെൺകുട്ടികളുടെ പിതാവെന്ന നിലയിലായിരുന്നു പരാമർശം. ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആ കുട്ടി ഉദ്ദേശിച്ചല്ല താൻ പറഞ്ഞത്. അവൾക്കെൻ്റെ മോളുടെ പ്രായമേ ഉള്ളൂ. അവൾക്ക് സംഭവിച്ച ദുരന്തത്തിൽ സങ്കടപ്പെടുന്ന ആളാണ്. ആ പിതാവിനെ പറ്റി തിരക്കിയപ്പോൾ ശസ്ത്രക്രിയ കഴിഞ്ഞതാണെന്നറിഞ്ഞു. ക്രിമിനൽ കുറ്റം ചെയ്തെന്ന് പറഞ്ഞ് കേസ് എടുത്തെന്നും കേട്ടപ്പോൾ വിഷമം തോന്നി. ആ പിതാവിന് വേണ്ടി പറയാൻ ആരുമില്ല. അവർ ചെയ്തത് തെറ്റായിരിക്കാം. അത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നും സജി ചെറിയാൻ അന്ന് പ്രതികരിച്ചു.